ഒരു സക്സസ്ഫുൾ വിമൺ എന്ന നിലയ്ക്ക് ഒരു സക്സസ്ഫുൾ ഫാമിലി എങ്ങനെയാണ് മാം മാനേജ് ചെയ്യുന്നത്? നല്ല പ്രശ്നമാണ്. ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് നമ്മൾ സാമൂഹിക ജീവികളാണ്. ഇപ്പോൾ സമൂഹം നമുക്ക് ഒരുപാട് തരുന്നുണ്ട്. ഈ സമൂഹത്തിലെ അടിസ്ഥാന ഘടകം ഫാമിലിയാണ്, ഒരു സൊസൈറ്റിയുടെ സിമ്പിൾ യൂണിറ്റ്. അപ്പോൾ ആ ഒരു ഫാമിലിയിൽ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിലാണ് ഇൻഡിവിജ്വൽ നിൽക്കുന്നത്. അവിടെയാണ് ഇൻഡിവിജ്വാലിറ്റി. ഈ ഇൻഡിവിജ്വാലിറ്റിയും സോഷ്യാലിറ്റിയും ഇത് രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകുന്നത് ഒരു കലയുമാണ്, അതൊരു സന്തോഷമാണ്, അതൊരു വലിയൊരു കാര്യമാണ് അങ്ങനെ പറ്റുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് കഴിഞ്ഞിരിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഉറപ്പാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കല്യാണം കഴിഞ്ഞത് പഠിക്കുന്ന സമയത്താണ്. ഡിഗ്രി കഴിഞ്ഞിട്ട് മെഡിസിന് ചേരുമ്പോൾ സാധാരണ അന്നത്തെ കാലത്ത് മുസ്ലിം ഫാമിലീസിൽ ഇത്ര അധികം പഠിപ്പിക്കില്ല. എല്ലാവരും 10ാം ക്ലാസ് കഴിയുമ്പോൾ തന്നെ കെട്ടിച്ചില്ലേ ചോദിക്കും. പ്രീ ഡിഗ്രി കഴിഞ്ഞ് കെട്ടിച്ചിട്ടില്ലെങ്കിൽ പിന്നെ മഹാപാതകമാണ്, ഇനിയൊന്നും നോക്കണ്ട, പാരൻസിൻ്റെ തലയിൽ എടുത്തി വീണു എന്നുള്ള ഇതാണ്. അങ്ങനെ ആയിരിക്കും നേരത്തെ കല്യാണം കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഹസ്ബൻഡ് വളരെ സപ്പോർട്ടായിരുന്നു. ഹസ്ബൻഡ് ഫാമിലി ഒരു 7 മക്കളുള്ളൊരു ഫാമിലിയാണ്. എല്ലാവരും സപ്പോർട്ടായിരുന്നു. അപ്പോൾ അവരെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് എനിക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതിനിടയിൽ പ്രസവം, കുട്ടീനെ നോക്കൽ, ഇതിനിടയിൽ എല്ലാ വക കാര്യങ്ങൾ ആ കാലഘട്ടം അങ്ങനെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് എൻ്റെ കാഴ്ചപ്പാടിൽ എൻ്റെ ഫാദർ ഇങ്ങനെ നമ്മളൊരു പഴയ തറവാടും ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഹസ്ബൻഡിനെ അനുസരിച്ച് ജീവിക്കുന്നതാണ് എനിക്കിഷ്ടം. അത് സമ്മതിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു രീതിയിലാണ് പോകുന്നത്. പിന്നെ നമുക്ക് വീട്ടു ജോലി കാര്യങ്ങൾ, പിന്നെ ഫാമിലി മാറ്റേഴ്സ്, ഇതൊക്കെയാണ് ഇഷ്യൂ ആവുക. അതിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രധാന കാര്യം എല്ലാ ലേഡീസിനോടായിട്ട് എനിക്ക് പറയാനുള്ളത്, ആലോചിക്കുകയാണെങ്കിൽ നമ്മളൊരു വിധം സക്സസ്ഫുള്ളായി നമുക്ക് കുറച്ച് കയ്യിൽ അതിൻ്റെ ഒരു വരുമാനം, ഒരു ഇൻകമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് ആളെ വെക്കുക, ജോലിക്കാരെ വെക്കുക, എല്ലാ ജോലിക്കും ആളെ വെക്കുക. അപ്പം എന്തായി, ഈ കിട്ടുന്ന ഇൻകത്തുനിന്ന് അവർക്കൊരു വരുമാനമായി. നമ്മൾ വെറുതെ ഇത് ബാങ്കിലിട്ട് പിന്നെ ഗോൾഡും വളയും മാലയും സാരിയും അതെല്ലാം വേണം, അതൊക്കെ കഴിഞ്ഞാലും നമ്മളെ കയ്യിലുണ്ട്. നമ്മൾ എന്തിനാണ് ഇത് എടുത്ത് വെക്കുന്നത്? അപ്പം അതിന് പകരം നമ്മൾ ഓരോ ജോലിക്കും ആളെ വെക്കുമ്പോൾ നമ്മുടെ കൈ കൊണ്ട് കുറേ ആൾക്കാർ ജീവിക്കുകയാണ്. അപ്പം നമുക്ക് എന്താ, നമ്മൾ ഫ്രീ ആവും. വീട്ടിൽ വന്നാൽ ഒരു ചായ എടുക്കുമെന്ന് പറയാൻ നമ്മളൊരാളെ വെച്ച് കഴിഞ്ഞാൽ അവർക്കതൊരു പണിയല്ല, അവർക്കൊരു വരുമാനമാണ്. അപ്പോൾ നമ്മളവിടെ ഫ്രീ ആവുകയാണ്. പിന്നെ നമ്മളെ മക്കളെ കൂടെ നമുക്ക് ചിലവഴിക്കാൻ സമയം ഉണ്ടാവും. എല്ലാ ജോലിക്കും ആളെ വെച്ച് കഴിയുമ്പോൾ ഓരോ ജോലി നമ്മൾ ചെയ്യേണ്ട, നമുക്ക് ആ സമയം മക്കളെ എടുത്തിരിക്കാം, ഇസ്തിരി ഇടാനും തുണി അലക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് എല്ലാം ഓരോന്നിനും സെക്ഷനായിട്ട് ആളെ വെക്കാം. മറ്റേ നമ്മൾ ഒരാളെ കൊണ്ട് ഈ പണികളൊക്കെ ചെയ്യണം, ഞാൻ ചെയ്യേണ്ട പണികളെല്ലാം കൂടി ഒരാളെ കൊണ്ട് ചെയ്യിക്കണം എന്ന് വിചാരിക്കുമ്പോഴാണ് നമ്മൾ ഈ സെർവൻസിനെ കിട്ടാനില്ല എന്നുള്ള ഇഷ്യൂ വരുന്നത്. ഒരുപാട് ആളുണ്ടാവുമ്പോൾ ഇവരെല്ലാവരും ജീവിതം ഇതുകൊണ്ട് കഴിയും. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്കിത് പാഷനാണ്, ഈ ജോബും ഇത് ആളുകളെ രക്ഷിക്കലും. അപ്പോൾ നമ്മൾ കൂടുതൽ 24 hours വർക്ക് ചെയ്യുന്നുണ്ട് വേറെ രീതിയിൽ. ഈ വർക്കിൻ്റെ ഒരു പാർട്ടായിട്ട് ഒരുപാട് ആളുകൾ ജീവിക്കും. അതുകൊണ്ട് നമ്മളെ ജോലിഭാരം നന്നായിട്ട് കുറയും. നമുക്ക് എവിടെ പോകാനും എല്ലാറ്റിനും പറ്റും. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഈ സ്ത്രീകൾ ടൈമില്ല എന്ന് പറയുന്നത്. ഞാൻ ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും എത്തും. മീൻസ് ഫാമിലി കമ്മിറ്റ്മെൻറ്റ്സ് ഉള്ള അസുഖങ്ങളായിട്ട് കിടക്കുന്നവർ, പിന്നെ കല്യാണങ്ങൾ, മരണ വീടുകൾ, പിന്നെ ആരെങ്കിലും എന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇൻവൈറ്റ് ചെയ്താൽ എനിക്കൊരു സങ്കടമാണ് പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ. ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു ടൈം ഉണ്ടാക്കിയിട്ട് പോകും. അതിനൊക്കെ കഴിയുന്നത് ഈ ഒരു മാനേജ്മെൻറ്റാണ്. പിന്നെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഫെമിനിൻ നാച്ചർ എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് അഡ്വാൻസ്മെൻ്റ് ഉണ്ട്. നമ്മൾ മെയിലും ഫീമെയിലും ഒരുപോലെ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല. ഞാനതിൻ്റെ ഇൻഡെപ്തിൽ പഠിച്ചു നോക്കുമ്പോൾ അതിനൊരു കാരണങ്ങളുണ്ട്. ഈവൻ നമ്മളെ ഇടത്തെ കൈയും വലത്തെ കൈയും ഇത് മിറർ ഇമേജസ് ആണ്. ഇടതിന് വലതാവാനും വലതിനും ഇടതാവാനും കഴിയില്ല. അപ്പോൾ ആ ഒരു ലെവലിൽ പല കാര്യമാണ്. അതിപ്പോൾ ഇങ്ങനെ കൈ വെക്കാൻ പറ്റില്ല, ഇങ്ങനെയല്ലേ വെക്കാൻ പറ്റുള്ളൂ. ഇത് നമ്മളെ അമിനോ ആസിഡ്സ് ലെവലിൽ വരെയുണ്ട്. ഇപ്പോൾ അമിനോ ആസിഡ്സ് എന്ന് പറയുമ്പോൾ ജീവൻ്റെ തലത്തിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള അമിനോ ആസിഡ്സിൽ ഇത് നമ്മളിപ്പം 2 തരമുണ്ട്, ഇടതും വലതും. അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള അമിനോ ആസിഡ്സ് ഒരു സൈഡും മറ്റത് വേറൊരു സൈഡും, അത് രണ്ടും കൂടി ചേർന്നിട്ടാണ് മോളിക്യൂൾസ് ഉണ്ടാകുന്നത്. അപ്പോൾ അവിടം വരെ ആ ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒന്നിൻ്റെ മേലെ കയറുന്നതിന് പകരം ഒന്നല്ല, പിന്നെ ഞാൻ ആണാണോ വലുത് പെണ്ണാണോ വലുത് എന്നുള്ളൊരു മത്സരമല്ല, അതൊരു റിലേഷൻഷിപ്പാണ്. ഒരു ലോക്ക് ആൻഡ് കീ റിലേഷൻഷിപ്പ് പോലെ ഹോർമോൺസ്, പ്രോട്ടീൻസ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഈ എക്സാമ്പിളിൽ കാണാം, മെയിൽ ഫീമെയിൽ എന്നുള്ള ഡിഫറൻസ് പോലെ. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് നമ്മളെ തലയിലുണ്ടെങ്കിൽ
നമുക്ക് നല്ല രീതിയിൽ കുടുംബജീവിതം കൊണ്ടുപോകാൻ പറ്റും. പിന്നെ കുക്കിംഗ്, അതും എനിക്കൊരു പാഷനാണ്. പിന്നെ നമ്മൾ വീട് വൃത്തിയാക്കി വെക്കുക, അടുക്കി പെറുക്കി വെക്കുക, അതൊക്കെ ആക്ച്വലി ഒരു ഹ്യൂമൻ എന്നുള്ള രീതിയിലും ഉണ്ട്. അതിനേക്കാൾ കൂടുതൽ ഒരു ഫെമിനിൻ നേച്ചറായിട്ടും ഉണ്ട്. ഞാൻ ആ ഫെമിനിറ്റീനെ ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്ന ആളാണ്. രണ്ടിന്, മസ്കുലിനിറ്റിന് അത് ആ റെസ്പെക്റ്റ് അങ്ങോട്ടും കൊടുക്കും. ഞാനൊരു ഫീമെയിലാണെന്നുള്ള റെസ്പെക്റ്റ് എനിക്ക് എന്നോടും ഉണ്ട്. ആ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുനടക്കുന്നത് വളരെ രസകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്.